പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽപ്പെട്ട മനോഹരമായ കാർഷിക ഗ്രാമമാണ് കോട്ടായി. തികച്ചും ഹരിതാപമായ പ്രദേശങ്ങളാണ് ഈ ഗ്രാമത്തിന് കൂടുതൽ ചാരുത നൽകുന്നത്. പ്രകൃതിയുടെ വരദാനം പോലെ കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഗ്രാമം. സമൃദ്ധമായ വയൽ പ്രദേശങ്ങളും ഫലവൃക്ഷങ്ങളും മറ്റു കാർഷിക വിളകളും തനതായ കേരളീയ ഗ്രാമത്തിന് മാതൃകയാണ്. 19.96 ചതുരശ്രയടി കിലോമീറ്റർ ചുറ്റളവുള്ള ഗ്രാമത്തിൽ ഭൂരിഭാഗവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 850 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയും 59 ഏക്കറിൽ പച്ചക്കറി, വാഴ, കപ്പ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നു. കൃഷിരീതിയിലെ നൂതനവൽക്കരണവും യന്ത്രവൽക്കരണവും കൃഷി ലാഭകരമാക്കുന്നതിന് സാധിച്ചു. അതിലൂടെ ഭക്ഷ്യസുരക്ഷാ രംഗത്ത് പുരോഗതി കൈവരിക്കുവാനും സാധിച്ചു. ഏതു ഗ്രാമത്തിനെ പോലെയും കുടിവെള്ളക്ഷാമം ഒരു പരിധിവരെ ഞങ്ങളെയും ചിലപ്പോൾ ബാധിക്കുന്നുണ്ട്. ഇതൊരു പരിഹാരമെന്നോണം പൊതുകിണറുകൾ, കുഴൽക്കിണറുകൾ, സമഗ്ര കുടിവെള്ള പദ്ധതിയുമായി ഭാരതപ്പുഴയിൽ നിർമ്മിച്ച തടയണ എന്നിവയിലൂടെ പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുവാൻ കഴിഞ്ഞു. നീർത്തടാധിഷ്ഠിത പരിപാടിയിലൂടെ വിവിധ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുത്തിയതിലൂടെ ഗ്രാമത്തിലെ ജലലഭ്യതയുടെ തോത് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി തുടങ്ങിയ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിനും പുതിയ തൊഴിൽ സംസ്കാരത്തിനും വേദിയൊരുക്കി. പാലക്കാട് ജില്ലാ പഞ്ചായത്തും കുടുംബശ്രീ മിഷനും ഗ്രാമപഞ്ചായത്തും ചേർന്ന് സമഗ്ര കൊണ്ടാട്ടം യൂണിറ്റ് എന്ന മാതൃകാ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ചിരട്ട കൊണ്ടുള്ള കരകൗശലങ്ങൾ, ഡയറി ഫാം, വനിതാ ക്യാൻറ്റീൻ തുടങ്ങിയ തൊഴിൽ യൂണിറ്റുകളുടെ പ്രവർത്തനം കുടുംബശ്രീയെ മാതൃകാപരമായ നേട്ടത്തിലേക്ക് എത്തിച്ചു. പുത്തൻ തൊഴിൽ മേഖലയ്ക്ക് വേദിയൊരുക്കിയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഉണർവേകാൻ കഴിഞ്ഞു. നീർത്തട സംരക്ഷണം, കുളങ്ങൾ, തോടുകൾ, കാട കനാലുകൾ വൃത്തിയാക്കൽ, കൈച്ചാലുകളുടെ നിർമ്മാണം, സാമൂഹ്യ വനവൽക്കരണം, റോഡുകളുടെ നിർമ്മാണം തുടങ്ങിയവയിലൂടെ ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുവാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ആരോഗ്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെന്നും പ്രതിജ്ഞാബദ്ധരാണ്. ജനങ്ങളിലെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി അലോപ്പതി, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നു. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, കൊതുക് നശീകരണത്തിനു വേണ്ടി ഫോഗിംഗ്, കൗമാര വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ ബോധവൽക്കരണ ക്ലാസുകളിലൂടെ ജനങ്ങളിലെ ആരോഗ്യ ശുചിത്വ ബോധം വളർത്തിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാ വികസന പ്രവർത്തനങ്ങളും കൂട്ടായി ചർച്ചയിലൂടെ ആവുന്നതിന് ഗ്രാമസഭകളുടെ പങ്ക് വളരെ വലുതാണ്. സ്വന്തം ഗ്രാമത്തിന്റെ വികസനത്തിന് ഓരോരുത്തരുടെയും പങ്ക് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവാണ് ഗ്രാമസഭകളിലെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത്. ഭരണ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഇതിന്റെ കൂടെ നടത്തപ്പെടുന്നു. മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ സർക്കാരിതര സ്ഥാപനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രദേശത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടി.
വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ മാതൃകയേകിക്കൊണ്ട് ഗ്രാമീണ ജനങ്ങളുടെ ജീവിത സാമൂഹിക മേഖലകളിൽ മാറ്റത്തിന്റെ പുത്തനുണർവ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ ഞങ്ങൾക്കും കഴിയും. ഇനി ബാക്കി നിൽക്കുന്ന പോരായ്മകൾ പരിഹരിച്ച് മുന്നേറാൻ